Welcome to Oxygen classes. Please subscribe our channel for more videos. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അതിൽ പാർട്ടായിട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് 7 മാർക്കിന്റെ അല്ലെങ്കിൽ 7 മുതൽ ഒരു 10 മാർക്കിന്റെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതില് നമ്മൾ 2 ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. 3 ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് റിലേഷൻസ്, പിന്നെ ഒന്ന് ഫംഗ്ഷൻസ്, പിന്നെ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ റിലേഷൻസിൽ 3 ടൈപ്പ് റിലേഷൻസ് ഉണ്ട്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ ആ എയിലുള്ള എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കാണാൻ പറ്റണം? നമുക്ക് ഓർഡേർഡ് പെയർ എ ബിലോങ്സ് കാണാൻ പറ്റണം ആർ എന്ന് പറഞ്ഞ റിലേഷനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 എന്ന് പറഞ്ഞൊരു സെറ്റിനകത്താണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓർഡേർഡ് പെയർ 1 1ഉം അതുപോലെ തന്നെ ഓർഡേർഡ് പെയർ 2 2ഉം മിനിമം ഇത് രണ്ടും ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻ എന്തായിട്ട് പറയാൻ പറ്റൂ? നമുക്ക് റിഫ്ലെക്സീവ് ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഏത് എലമെന്റ് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് സെലക്ട് ചെയ്താലും അതിന്റെ ഓർഡേർഡ് പെയർ ഐഡന്റിക്കൽ പെയർ എലമെന്റുകൾ ആ റിലേഷനകത്ത് ഉണ്ടാവണം. അത് റിഫ്ലെക്സീവ് ആവും. ദെൻ സിമെട്രിക് റിലേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്തേക്ക് നമ്മൾ നോക്കേണ്ടത് ആർ എന്ന് പറഞ്ഞ റിലേഷനകത്തേക്കാണ്. ആ റിലേഷനിൽ ഒരു ഓർഡേർഡ് പെയർ സെലക്ട് ചെയ്യുക. ആ ഓർഡേർഡ് പെയർ റിവേഴ്സ് ചെയ്യുക. ബി എ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് സിമെട്രിക് ആണെന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു റിലേഷനിൽ തന്നെ 1 2 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റിവേഴ്സ് ആയിട്ട് 2 1ഉം അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എന്താവുള്ളൂ? സിമെട്രിക് റിലേഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ദെൻ ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഡേർഡ് പെയർ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ഓർഡേർഡ് പെയറുകൾ ഉണ്ടോ നോക്കണം. ഇങ്ങനെയുള്ള ഓർഡേർഡ് പെയറുകൾ ഇല്ലെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുക. അതായത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റുകൾ എ ബി ആൻഡ് ബി സി ആണ്. എ ബി ആൻഡ് ബി സി. ബി അവസാനിക്കുമ്പോൾ ബിയിലൂടെ എലമെന്റ് തുടങ്ങണം. ഓക്കെ, അങ്ങനെയുള്ള എലമെന്റുകൾ ആറിലുണ്ടെങ്കിൽ ദെൻ ദ തേർഡ് പെയർ എ സി എന്ന് പറയുന്ന പെയറും ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ നമ്മൾ എന്ത് പറയും? ട്രാൻസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ഇപ്പൊ ഇവിടെ 1 2 ഉണ്ട്, ഇനി 2 2 വന്നിട്ടുണ്ട്. അപ്പോൾ 1 2 അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഓരോ എലമെന്റുകളും നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് 1 2 വന്നിട്ടുണ്ട്. 2 1 ഇവിടെ ഉണ്ടോ നോക്കണം. 2 1ഉം ഇവിടെ ഉണ്ട്. ദെർഫോർ 1 1 അവിടെ ഉണ്ടോ നോക്കണം. 1 1 അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കേസാണ് നമ്മൾ ട്രാൻസിറ്റീവ് ആയിട്ട് നോക്കുക. അപ്പോൾ ഈ 3 റിലേഷൻസ് മീൻസ് ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാം? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇക്വാലൻസ് റിലേഷന് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം ആൻഡ് ട്രാൻസിറ്റീവും ആയിരിക്കണം. ഇക്വാലൻസ് റിലേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് അല്ല എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷനകത്ത് ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കും. അതിൽ ഏതെങ്കിലും ഒരു സ്മോൾ എ എന്ന് പറഞ്ഞ എലമെന്റ് സെലക്ട് ചെയ്യുക. ആ സ്മോൾ എയുടെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഈ സ്മോൾ എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് എക്സ് ഇസ് റിലേറ്റഡ് ടു ദിസ് സ്മോൾ എ. അങ്ങനെയുള്ള എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാ. ഇതൊരിക്കലും എം ടി ആയിരിക്കില്ല. കാരണം ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അതിനകത്ത് എ എന്ന് പറഞ്ഞ എലമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് മിനിമം അവിടെ ഉണ്ടാവും. ഏതായിരിക്കാം മിനിമം എലമെന്റ്? എ തന്നെ ആയിരിക്കും അല്ലെ. ഇക്വലൻസ് റിലേഷൻ എന്തായിരിക്കണം? റിഫ്ലെക്സീവ് ആയിരിക്കണ്ടേ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഏത് എലമെന്റ് ഉണ്ടാവും? സ്മോൾ എ എന്ന് പറയുന്ന എലമെന്റ് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് നോൺ എം ടി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കും ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വലൻസ് റിലേഷൻ അല്ലെങ്കിൽ റിലേഷനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഫംഗ്ഷൻ കോമ്പോസിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതിപ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എഫ് കോമ്പോസിഷൻ ജി, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിക്കാനും അത് 1 1 ആണോ 1 2 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ കാണാറുണ്ട്. അപ്പൊ എന്തായാലും എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ദെൻ 1 1 ഫംഗ്ഷൻസ് ഓൺ ടു ഫംഗ്ഷൻസ് ഇത് നിർബന്ധമാണ്. എന്താണ് 1 1 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? ഒരു ഫംഗ്ഷന്
എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതിയാൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് എഴുതാൻ പറ്റണം. അതായത് രണ്ട് ഡിഫറെന്റ് എലമെന്റുകളാണെങ്കിൽ ഇമേജസ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഇമേജസ് രണ്ട് സെയിം ആണെങ്കിൽ എലമെന്റുകൾ രണ്ടും സെയിം ആയിരിക്കും എന്നാണ് 1-1 ഫംഗ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ 1-1 ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാൻ ഈ എഴുതിയിട്ടുള്ള എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ദെൻ ഓൺ ടു ആണോ ഫംഗ്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന കോഡൊമൈനിൽ ഒരു എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ ഷുഡ് എക്സിസ്റ്റ് എൻ എലമെന്റ് എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ബിയിലുള്ള എല്ലാ എലമെന്റുകളും ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് ആയിരിക്കണം. അതായത് ബിയിലുള്ള എല്ലാ എലമെന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് എങ്കിലും എയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓൺ ടു ഫംഗ്ഷൻസിനകത്ത് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ 1-1ഉം ഓൺ ടുവും ആണെങ്കിൽ അവിടെ എന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ 1-1ഉം ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ 1-1 ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. എന്താ പറയാ? 1-1 ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻവേർട്ടിബിൾ. ഓക്കെ, ഇൻവേർട്ടിബിൾ ആയിരിക്കും ഫംഗ്ഷൻ. ആൻഡ് ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു കേസാണ്. എഫ് ഇൻവേഴ്സ് നമ്മൾ എടുക്കുന്നത്, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഓൺ ടു ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് നമ്മൾ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ കണ്ടുപിടിക്കും. ആ ഇക്വേഷനെ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്താ പറയാ? എഫ് ഇൻവേഴ്സ് എന്ന് പറയാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ അപ്പോൾ ഫംഗ്ഷൻസിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് 1-1 ഓൺ ടു ഫംഗ്ഷൻസ് ആണ്. ഇൻവേഴ്സും അതിന്റെ കൂടെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കേണ്ടതാണ്. ദെൻ ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓഫ് എ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി എന്നാണ് ഡിഫൈൻ ചെയ്യുക. അത് എയിലെ രണ്ട് എലമെന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, എയും ബിയും. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് രണ്ട് എലമെന്റുകൾ സെലക്ട് ചെയ്യുക, എയും ബിയും. അത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റ് എ സ്റ്റാർ ബി, അതും എവിടെ എലമെന്റ് ആയിരിക്കണം? എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? എയിലെ തന്നെ എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലസ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ് ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. കാരണം ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് പ്ലസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന നമ്പർ ഒരു നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും, അല്ലെ? പക്ഷെ മൈനസ് എന്ന് പറയുന്ന ഓൺ എൻ എന്തല്ല ബൈനറി ഓപ്പറേഷൻ അല്ല. എ മൈനസ് ബി എന്ന് പറയുന്ന ഓൾവേസ് നാച്ചുറൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 - 2 ആണെങ്കിൽ ഇത് -1 ആണ്. -1 ഡസ് നോട്ട് ബിലോങ്സ് ടു n. അപ്പൊ അതുകൊണ്ട് ബൈനറി ഓപ്പറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷൻ. ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എലമെന്റും ആ സെറ്റിൽ തന്നെ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. ഈ ബൈനറി ഓപ്പറേഷന്റെ 4 പ്രോപ്പർട്ടീസ് ആണ്: കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണോ നോക്കിയാൽ മതി, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് അറിയാൻ. അസോസിയേറ്റീവ് ആണെന്ന് അറിയാൻ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഐഡന്റിറ്റി എലമെന്റിന്റെ എക്സിസ്റ്റൻസിന് കാണിക്കാൻ വേണ്ടിയിട്ട് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ വിച്ച് ഇസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ, അതാണ് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റൻസ്. ഇൻവേഴ്സ് ആകുമ്പോൾ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ആൻഡ് എ ഇൻവേഴ്സ് സ്റ്റാർ എ. ഇതാണ് ഇൻവേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ബൈനറി ഓപ്പറേഷൻസിന്റെ നമ്പർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ കാണാറുണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റില് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഇഫ് എ ഹാവ് n എലമെന്റ്സ്, then how many binary operations are there from A to A? അല്ലെങ്കിൽ എയിൽ എത്ര ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. n⁻n² ബൈനറി ഓപ്പറേഷൻസ് ഇവിടെ ഉണ്ടാവും. n⁻n² ബൈനറി ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ ഓഫ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ചില വർഷങ്ങളിൽ അത് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് മാറും. അപ്പൊ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യുക. കഴിഞ്ഞ അവസാനത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ മാർക്ക് 7 ആണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇതിട്ടും ചെറിയ ചാപ്റ്റർ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2 ടോപ്പിക്കുകളാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്, അതായത് റേഞ്ച് ഓഫ്
ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് തുടങ്ങി കോട്ട് ഇൻവേഴ്സ് വരെയുള്ള 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും നിങ്ങൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ഒരു ഇക്വേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ്. 17 ഇക്വേഷൻസ് അങ്ങാണ്ട് വരുന്നുണ്ട്. ആ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലും ചോദിക്കുക. ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്നത് ടാൻ ഇൻവേഴ്സിലാണ്. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് y equal to tan inverse of x plus y by 1 minus xy. അതേപോലെ tan inverse of x minus tan inverse of y equal to tan inverse of x minus y by 1 plus xy. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട്, ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ 2 tan inverse x നെ കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. 2 tan inverse x equal to sin inverse of 2x by 1 plus x square ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ cos inverse of 1 minus x square by 1 plus x square ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ tan inverse of 2x by 1 minus x square ഉപയോഗിക്കാം. അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട് 2 tan inverse x ന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഇതുപോലുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലും ഉണ്ടാവുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും. മൂന്നാമത്തെ ചാപ്റ്റർ മെട്രിസസ്. ഈ മെട്രിസസിൽ നിങ്ങൾ ഒരു നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. മെട്രിക്സും ഡിറ്റർമിനന്റും കൂടെ ഏകദേശം ഒരു 18 മുതൽ 20 വരെ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പൊ അതില് ചിലപ്പോ രണ്ടിനും ഈക്വൽ ആയിട്ട് വെയിറ്റേജ് കൊടുത്തിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. ചിലപ്പോൾ ഡിറ്റർമിനന്റിൽ കുറച്ച് കൂടുതലായിരിക്കും. എന്തായാലും ഡിറ്റർമിനന്റ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മെട്രിക്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതൊക്കെ നമുക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് വരേണ്ടതാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എന്റെ ട്രാൻസ്പോസ് ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അല്ലെ. ട്രാൻസ്പോസ് ഓഫ് എ ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. റോ ഒക്കെ എന്തായിട്ട് എഴുതുക, കോളമായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോസിനകത്ത് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് രണ്ട് കേസുകളുണ്ട്. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്. സ്ക്യൂ സിമ്മട്രിക് എന്ന് വെച്ചാൽ ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എല്ലാ സ്ക്വയർ മെട്രിക്സിനെയും ഒരു സിമ്മട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം പല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. എന്തായാലും സിമ്മട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. എ ട്രാൻസ്പോസ് എ ആവുന്ന മെട്രിക്സിനെയാണ് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുക. അതുപോലെ എ ട്രാൻസ്പോസ് മൈനസ് എ ആവുന്ന മെട്രിക്സിനെയാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു 2x4 5 3 8 4y9 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സ് സിമ്മട്രിക് മെട്രിക്സ് ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ? അതുപോലെ തന്നെ ഈ മെട്രിക്സ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ് സിമ്മട്രിക് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് സിമ്മട്രിക് ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും ഇതിന്റെ ട്രാൻസ്പോസ് അല്ലെ. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾ 2x4 ഈ റോ നമ്മൾ കോളമായിട്ട് എഴുതും. നെക്സ്റ്റ് റോ കോളമായിട്ട് എഴുതുക 5 3 8. നെക്സ്റ്റ് റോയും കോളമായിട്ട് എഴുതുക 4y9. ഓക്കെ, ഇനി ഈ രണ്ട് മെട്രിക്സുകളും സിമ്മട്രിക് ആയതുകൊണ്ട് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറയാം. ഇവിടെ നോക്കിയാൽ ഇത് 2 2 ആണ്, അത് ഓക്കെ ആണ്. ഇവിടെ എക്സ് ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു 5. പിന്നെ ഇവിടെ y നോക്കൂ, ഈ y എന്ന് പറഞ്ഞത് ഇവിടുത്തെ 8 ആണ്. അപ്പൊ y ഈക്വൽ ടു 8 എന്ന് എഴുതാം. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എ ഇൻറ്റു എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണ്. അതുപോലെ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണ്. ഓക്കെ, അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമ്മട്രിക് ആണ്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. പിന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ട്രാൻസ്പോസ് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്.
ഇൻവേഴ്സ്, അത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ A ഈക്വൽ ടു IA നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ദിസ് ഇസ് ഫോർ റോ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് A ഈക്വൽ ടു AI ഫോർ കോളം ട്രാൻസ്ഫോർമേഷൻ. ഇത് കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റുമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സിലാണ് ചെയ്യുക. ഈ എനെ നമ്മളവിടെ വെറുതെ നിർത്തുന്നു എന്ന് മാത്രം. പക്ഷെ ടെക്നിക്കലി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇനി മാറ്റി എഴുതിയാലും അബദ്ധം പറ്റിയാലും കുഴപ്പങ്ങളൊന്നുമില്ല, ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സ് എന്താണ്, ഈ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യുക ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഈ ഐയിലും ചെയ്യുക. അപ്പോൾ ഈ ഐ മാറിയിട്ട് പുതിയൊരു മെട്രിക്സ് കിട്ടും. ആ പുതിയ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും മറന്നു പോരുത്. മെട്രിക്സിന്റെ അതിന്റെ മുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്റർ. ഇത് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കാരണം ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മാത്രമല്ല, വെക്ടർ ആൾജിബ്രയ്ക്കകത്തും അതുപോലെ തന്നെ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തൊക്കെ നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിറ്റർമിനന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. പിന്നെ അതിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഒരു പ്രോപ്പർട്ടീസ്, 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ 2019 മാർച്ചിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ ഒരു 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ നമ്മൾ നോക്കേണ്ട മൈനർ കോഫാക്ടർ ആൻഡ് അഡ്ജോയിന്റ്. അപ്പൊ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ നോക്കാം. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്ജോയിന്റ് അതുപോലെ തന്നെ ഇൻവേഴ്സ്, അതും നിങ്ങൾ ഓർത്തു വയ്ക്കാം. എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് ആണല്ലോ. അപ്പൊ ഇതിനകത്ത് അഡ്ജോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ഷോർട്ട് കട്ടുകൾ ഉണ്ട്. അത് ഉപയോഗിച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ട് കിട്ടും. അപ്പൊ അതിൽ നിങ്ങൾ ഇനി കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യൂസിങ് ഇക്വേഷൻ ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ട് a³ - 6a² + 5a + 11i = 0 എന്ന് പ്രൂവ് ചെയ്യാനും ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ മെട്രിക്സ് തന്നിട്ടുണ്ടാവും നമുക്ക് കൂടെ. ആ മെട്രിക്സ് എടുത്തു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അത് ഓരോന്ന് a³ കണ്ടുപിടിക്കണം, 6 - 6a² കണ്ടുപിടിക്കണം, 5a കണ്ടുപിടിക്കണം, 11i കണ്ടുപിടിക്കണം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 മെട്രിക്സ് കിട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കുക, അത് വെരിഫൈ ചെയ്യുക. അതിന് പുറമെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് ഫോമിലൊന്നും ഉപയോഗിക്കരുത്. ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് ഇൻറ്റു a³ - 6a ഇൻവേഴ്സ് ഇൻറ്റു a² + 5a ഇൻവേഴ്സ് ഇൻറ്റു a + 11a ഇൻവേഴ്സ് ഇൻറ്റു i = a ഇൻവേഴ്സ് ഇൻറ്റു 0 വരും. ദെൻ ഇവിടെ a ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് a² ആവും, -6a² കൂടെ a ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് a ആവും, പ്ലസ് ഇവിടെ 5 × a ഇൻവേഴ്സ് ഇൻറ്റു a എന്ന് പറയുമ്പോൾ i ആണ് കിട്ടുക, പ്ലസ് 11 എ ഇൻവേഴ്സ് നമുക്ക് കിട്ടും = 0. ഇതിനകത്ത് എ ഇൻവേഴ്സ് നമ്മൾ ഇവിടെ നിർത്തുക, ബാക്കി ടേമിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. 11 എ ഇൻവേഴ്സ് = എല്ലാ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ 6a ആണ് പോസിറ്റീവ് ആയിട്ട് വരിക, 6a - a² - 5i എന്ന് വരും. ഇതിനകത്ത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/11 × 6a - a² - 5i. ഈ ഒരു വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് എ ഇൻവേഴ്സ് കിട്ടും. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തായാലും പ്രതീക്ഷിക്കാം. അത് ഒരു 2/2 ആയിരിക്കും കൂടുതലും ചോദിക്കുക. 3/3 ആകുമ്പോൾ ഒരുപാട് സമയം പോകുമല്ലോ. 2/2 ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുപോലത്തെ ഒരു ഈ ഇക്വേഷൻ ശരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സപ്പോസ് മെട്രിക്സ് നമുക്ക് തന്നിട്ടുള്ളത് സപ്പോസ് 1 1 1 1 2 3 2 1 3 ആണെന്ന് വിചാരിക്കൂ. ഇതാണ് ഈ മെട്രിക്സ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സെക്കൻഡ് എയുടെ കോഎഫിഷ്യന്റ്, a² കോഎഫിഷ്യന്റ്
അതുപോലെ എയുടെ കോഎഫിഷ്യന്റ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് 2/2 കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഈ ക്യൂബിക് ഇക്വേഷന് വലിയ കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ സപ്പോസ് 3 1 1 2 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, ഈ മെട്രിക്സ് ആണ് സപ്പോസ് എ എന്ന് വിചാരിക്കൂ. ദെൻ ഇതിന്റെ കൂടെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് കെ എ പ്ലസ് 5i ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കൂ. ഇതിൽ കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ കെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക. അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് എന്തായിട്ട് വരിക, ഇവിടുത്തെ ഈ ട്രേസ് ആയിട്ട് വരിക, മീൻസ് ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരിക. അതിനെ നമ്മൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്നാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കും. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. 3 + 2 5. അപ്പോൾ ഈ കെയുടെ വാല്യൂ എന്താണ്? 5 ആണ്. ഇവിടെ മൈനസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആൻസർ മൈനസ് ഓഫ് ദ സം എന്നുള്ളതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഇപ്പൊ സപ്പോസ് ഒരു 24 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇഫ് എ ഈസ് എ 2/2 ഡിറ്റർമിനന്റ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിൽ ആൻസർ ആയിട്ട് എഴുതേണ്ടത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എ? ഇതൊരു ഇക്വേഷൻ ആണ്. കെ എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് കെ എ ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ. ഇതാണ് ആ ഇക്വേഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ ഡിറ്റർമിനന്റ്. ഇവിടുത്തെ ഡിറ്റർമിനന്റ് ഓർഡർ 2 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കെ സ്ക്വയർ ഇൻറ്റു 24 എന്ന് എഴുതാം. 24 കെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് 1 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിൽ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 10-12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. എന്തായാലും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഡിഫറൻസിയേഷനും കൂടെ ചേർന്ന് ടോട്ടൽ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 23 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചോയ്സ് ഒക്കെ അടക്കാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കണ്ടിന്യൂറ്റിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അത് 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റിക്കകത്ത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എന്താണ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറയും? കണ്ടിന്യൂസ് ആണെന്ന് പറയും, അല്ലെ? അതുപോലെ തന്നെ ഇതിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും യൂസ് ചെയ്യേണ്ട കേസ് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ സ്പ്ലിറ്റ് വരുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസും കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ. ഈ 3 വാല്യൂസും ഈക്വൽ ആണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ എന്തായാലും കണ്ടിന്യൂറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ ഡെറിവേറ്റീവ്സിലേക്ക് വരുമ്പോൾ ഡെറിവേറ്റീവ്സിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും ഒക്കെ +1 പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതാണ് ചെയിൻ റൂള്. ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുക. ആദ്യം പുറത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, പിന്നെ അകത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ചെയിൻ റൂളിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ചോദിക്കേണ്ടാവുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്ക് ചെയിൻ റൂൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ചോദിക്കാറുണ്ട്. അതായത് ഏതെങ്കിലും എക്സിനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ട് എക്സ് ഓഫ് ടി ആൻഡ് വൈനെയും നമുക്ക് വൈ ഓഫ് ടി എന്ന് തന്നിട്ടുണ്ടാവും. എന്നിട്ട് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. ഇവിടെ ടിയിലോ അല്ലെങ്കിൽ തീറ്റയിലോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ലോഗ് എ റേസ് ടു ബി, ദാറ്റ് ഇസ് ബി ലോഗ് എ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ കൂടുതലും ചോദിക്കുക. അതായത് ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് ജി ഓഫ് എക്സ് റേസ് ടു എഫ് ഓഫ് എക്സ് വന്നു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് മറ്റൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഇതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് ജി ഓഫ് എക്സ് എന്ന് വരും. എന്നുള്ളതുകൊണ്ട് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനകത്തുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ
ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ dy/dx ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടുക. ഇതിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് അതിനകത്ത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് റോൾസ് തിയറം ആൻഡ് മീൻ വാല്യൂ തിയറം ആണ്. അതിന്റെ പ്രൂഫ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. f'(x) ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ f'(x) ഈക്വൽ ടു 0 എന്ന് എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റോൾസ് തിയറം. f'(x) ഈക്വൽ ടു f(b) മൈനസ് f(a)/b മൈനസ് a. ഇതിലെ ക്വസ്റ്റ്യൻസ് വെരിഫിക്കേഷൻ ചോദിക്കാറുള്ളതാണ് സ്ഥിരമായിട്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു രണ്ട് തിയറംസും ഇതിനകത്തുണ്ട്, മീൻ വാല്യൂ തിയറം ആൻഡ് റോൾസ് തിയറം. അപ്പോൾ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുക. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഇനി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ റീസെന്റ് ആയിട്ട്, അതായത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ട് കാണാറുണ്ട്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് നിങ്ങൾ എടുക്കുക. ആ ഒരു ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ നോക്കിയിട്ട് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതാണ് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 10 മാർക്ക് ഷുവർ ആണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു പോയി കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. കുറെ പേര് ഇതിലെ പല പോർഷൻസും ഒഴിവാക്കാറുണ്ട്, എസ്പെഷ്യലി മാക്സിമ മിനിമ. ഒരു 13 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും 10 മാർക്കിന്റെ ക്വസ്റ്റൻ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുക. അപ്പോ ഇതിലാകെ 5 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്. വെറുതെ dy/dx എഴുതിയാൽ മതി. ആ dy/dx എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ദെൻ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. അതിൽ f'(x) കണ്ടുപിടിച്ചിട്ട് f'(x) >0 ആണെങ്കിൽ ഇൻക്രീസിംഗും <0 ആണെങ്കിൽ ഡിക്രീസിംഗും ആണ് ഫംഗ്ഷൻ. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ടാൻജൻസ് ആൻഡ് നോർമൽസ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. dy/dx എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് dy/dx. അതുപോലെ തന്നെ -1/dy/dx അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത്. അതും ഇത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ടാൻജന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതുപോലെ നോർമൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതൊക്കെ പഠിച്ചു വെക്കുക. ടാൻജന്റ് എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ ഓർത്തു വെച്ചോളൂ. അതൊക്കെ നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ ഒരു ലൈൻ തന്നിട്ട് അത് ടാൻജന്റ് ആണ്, വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ടാൻജന്റ് ആണെങ്കിൽ ആ ടാൻജന്റിന് എന്തുണ്ടാവും? ഒരു സ്ലോപ്പ് ഉണ്ടാവും. ആ സ്ലോപ്പിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് ഏതിന്റെ സ്ലോപ്പ്? നോർമലിന്റെ സ്ലോപ്പ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിനകത്ത് ഓർത്തു വെച്ചോളൂ. ഇതിന് അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. അതൊരു വളരെ ചെറിയ ചേഞ്ച് വരുന്ന ഫംഗ്ഷൻസ്, അതൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റൻ ആണ് 36.6ന്റെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. 36ന്റെ റൂട്ട് നമുക്കറിയാം. ഈ 0.6 കൂടെ വരുമ്പോൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റി അതിൽ എക്സിന്റെ കൂടെ ആഡ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ x + Δx എന്ന് പറയുന്ന ഫംഗ്ഷൻ, f(x + Δx) എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് അപ്രോക്സിമേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതാണ് ആ ഇക്വേഷൻ. f(x + Δx) f(x + Δy), വേർ Δy എന്ന് പറയുന്നത് എന്താണ്? dy/dx Δx ആണ്. ഓക്കെ, ഇതാണ് അപ്രോക്സിമേഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണ വരാറുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ടും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ മീൻസ് ഒരു ടോപ്പിക്കല്ല അപ്രോക്സിമേഷൻ. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാക്സിമ മിനിമ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വെക്കാം. മാക്സിമ മിനിമയ്ക്കകത്ത് തന്നെ 2 ടെസ്റ്റുകൾ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം കണ്ടുപിടിക്കാനുള്ള കേസുകൾ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു mod(x) എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾ വീഡിയോ നോക്കുക. ഞാൻ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എങ്ങനെയാണ് ഇതിൽ mod(x)ന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം എന്നുള്ളത്. അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊന്നും ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കിട്ടിയിരിക്കണം, സ്കോർ ചെയ്തിരിക്കണം. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലും 5ഉം 6ഉം ചാപ്റ്ററിലും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു 20 മുതൽ 23 മാർക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാലൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അടുത്ത വരുന്ന ചാപ്റ്ററുകളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത്.